സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നേരിട്ട് മതം പഠിച്ചവരാണ് സ്വഹാബികൾ. ആ സ്വഹാബികൾ ആരെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എന്തെങ്കിലും മജ്ലിസ് സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഒരു മൗലിദ് സദസ്സ്, ഇപ്പൊ റബീഉൽ അവ്വലാണല്ലോ, ഈ റബീഉൽ അവ്വലിൽ ധാരാളം മജ്ലിസുകൾ നമ്മളൊക്കെ സംഘടിപ്പിക്കലുണ്ട്. ഇതുപോലെ ഒരു മജ്ലിസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ജീവിതം പഠിച്ച മതം പഠിച്ച സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ? ഇബ്നു തൈമിയ എന്ന ലോക പ്രശസ്ത പണ്ഡിതൻ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമായ അൽ-ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ എന്ന വലിയ പണ്ഡിതനെ തൊട്ട് എന്താ ഉദ്ധരിക്കുന്നത്? നുബ്ബിഅതു അന്നൽ അൻസാറ ഖബ്ല ഖുദൂമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ആഗതമാകുന്നതിന് മുമ്പ് അൻസാരികൾ നടന്നൊരു ചർച്ചയാണ് പറയുന്നത്. ഖാലു ലൗ നദർനാ യൗമൻ, നമുക്കൊരു ദിവസം വേണം. ഫജ്തമഅനാ ഫീഹി, എന്നിട്ട് ആ ദിവസത്തിൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടണം. ഫദകർനാ ഹാദൽ അംറല്ലദീ അൻഅമല്ലാഹു ബിഹി അലൈനാ, നമുക്ക് അനുഗ്രഹമായിട്ട് റഹ്മത്തുൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മജ്ലിസ് നമുക്കുണ്ടാക്കണം. അതിനുവേണ്ടി നമുക്കൊരു ദിവസം സെലക്ട് ചെയ്യണം എന്ന രീതിയിൽ അൻസാരികളുടെ ഇടയിൽ ഒരു സംസാരം നടന്നു. ഫഖാലു, ചില സ്വഹാബികൾ അവിടെ നിന്ന് പറഞ്ഞു, യൗമസ്സബത്തി, നമുക്ക് ശനിയാഴ്ച ഒരുമിച്ച് കൂടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് ശനിയാഴ്ച ആ ദിവസത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞപ്പം ചില സ്വഹാബികൾ പറഞ്ഞു, അത് ജൂതന്മാരുടെ ദിവസമാണ്. ലാ നുജാമിഉൽ യഹൂദ ഫീ യൗമിഹിം, ഒരിക്കലും നമുക്ക് ജൂതന്മാരുടെ ദിവസത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റില്ല. ഫഖാലു യൗമൽ അഹദ്, എങ്കിൽ നമുക്ക് ഞായറാഴ്ച ദിവസം ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞു. അപ്പോഴും സ്വഹാബികൾ പറഞ്ഞു, ലാ നുജാമിഉൽ നസാറ ഫീ യൗമിഹിം, ഒരിക്കലും നമുക്ക് നസ്രാനികളുടെ ഞായറാഴ്ച ദിവസത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ അവരാണെങ്കിൽ ജുമുഅ ദിവസത്തിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി തീരുമാനിച്ചു. ആരാ പറയുന്നത്? ഇബ്നു തൈമിയാണ് അവിടെ നിന്ന് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ അവർ ഫജ്തമഉ ഫീ ബൈത്തി അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ മഹാനവറുകളുടെ വീട്ടിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി. ഫദുബിഹത് ലഹും ഷാത്തുൻ, ഒരു ആടിനെ അറവ് ചെയ്ത് എല്ലാവർക്കും മതിവരുവോളം ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു എന്ന് ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിലൂടെ ഇബ്നു തൈമിയ ലോകത്തിനെ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമുക്ക് നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.